ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം. ഇന്ന് ഒരുപാട് പേരിലുള്ള ഒരു വിഷയമാണ്, പ്രത്യേകിച്ചും സ്ത്രീകളിടയ്ക്ക്, പുരുഷന്മാരിടയ്ക്കുണ്ട്, തായി എനിക്കുമുണ്ട്. മുടി കൊഴിച്ചിൽ മാറാനും കൊഴിഞ്ഞ സ്ഥാനത്തും അല്ലാതെയും മുടി കിളിച്ച് വരാനും ഇടതൂർന്ന മുടിക്ക് വേണ്ടി ആരും അധികം വീഡിയോ ഇട്ടിട്ടുണ്ടാവില്ല. ഇനി അഥവാ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ ഈ വീഡിയോ കാണാതിരിക്കേണ്ട. നമ്മളൊരു വീഡിയോ ഓപ്പൺ ചെയ്തിട്ട് മുഴുക്കെ കണ്ടിട്ട് മാത്രമേ കമൻറ്റ് ഡിസ്ലൈക്കും ഒക്കെ അടിക്കാവൂ. ഇത് പ്രയോജനം ഉണ്ടോ ഇല്ലെന്ന് ആദ്യം നിങ്ങൾ നോക്കുക. തീർച്ചയായിട്ടും ചിലവില്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ വീടിന് ചുറ്റാകെ പഴയ ആൾക്കാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും എന്താണ് ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ അല്ലേ എന്ന്. എന്നിട്ട് മാത്രമേ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാവൂ. ഞാൻ എന്തായാലും പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. കേശ സംരക്ഷണം ഞാൻ എഴുതി വച്ചിരിക്കുകയാണ്. എന്നും എപ്പോഴും ഒരു പ്രശ്നം തന്നെയാണ്. കാരണം പലപ്പോഴും ഇത്തരം അവസ്ഥകളിൽ ഉള്ള മുടിയെങ്കിലും എങ്ങനെയെങ്കിലും സംരക്ഷിക്കുന്നതിനാണ് നാം എല്ലാവരും ശ്രദ്ധിക്കുക. എന്നാൽ പലപ്പോഴും ഇത്തരം അവസ്ഥകളിൽ അതും കൂടി നഷ്ടപ്പെടുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കേശ സംരക്ഷണത്തിനായി പലപ്പോഴും വിപണിയിൽ ഇന്ന് ലഭ്യമാവുന്ന പല ഉൽപ്പന്നങ്ങളും എണ്ണയും വാങ്ങുമ്പോൾ അത് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ചില്ലറയല്ല. ഇത്തരം അവസ്ഥകൾ വളരെയധികം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഉള്ള മുടി കൂടി പൊഴിഞ്ഞു പോകുന്നത് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിന് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതവസ്ഥയ്ക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് വെള്ളില, മുടിയുടെ. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ധാരാളം ലഭിക്കുന്ന ഒന്നാണ് ഇതെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വെള്ളിലത്താളി തേക്കുന്നത് പല വിധത്തിൽ കേശ സംരക്ഷണത്തിന് സഹായിക്കുന്നു. ഏത് അവസ്ഥയിലും കേശ സംരക്ഷണത്തിന് സഹായിക്കുന്നുണ്ട് വെള്ളിലത്താളി തേക്കുന്നതിലൂടെ അത് എത്ര വലിയ പ്രശ്നം മുടിക്കുണ്ടെങ്കിലും അതിനെയെല്ലാം ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു. എന്നാൽ എങ്ങനെ ഉപയോഗിക്കണം എന്ന കാര്യം അറിഞ്ഞിരിക്കണം. പലർക്കും ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നറിയാത്തതാണ് മടിയുണ്ടാക്കുന്നത്. എന്നാൽ മുടി കൊഴിച്ചിൽ പരിഹരിച്ച് നല്ല ആരോഗ്യവും കരുത്തുമുള്ള കറുത്ത മുടിക്ക് വെള്ളില എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമുക്ക് നോക്കാം. കേശ സംരക്ഷണത്തിന് വെള്ളില എങ്ങനെ ഉപയോഗിക്കാം എന്ന് പലർക്കും അറിയില്ല. മുസാണ്ടയുടെ വർഗത്തിൽപ്പെട്ട ഒന്നാണ് ഇലകൾ. വെള്ളില ഇതിൽ വെള്ള നിറത്തിൽ ഇലകൾ പോലെയും പച്ച നിറത്തിൽ ഇലകളും കാണപ്പെടുന്നു. എന്നാൽ ഇതിൻ്റെ വെള്ള നിറമല്ല, പച്ച നിറമുള്ള ഇലകളാണ് ഉപയോഗിക്കേണ്ടത്. ഇത് നമ്മുടെ വീട്ടിൽ ചെടിയായിട്ട് വളർത്തുന്ന ഒന്നുകൂടിയാണെന്ന് ഓർക്കുക. ഓർത്താൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മുറ്റത്ത് പോയി നോക്കിയാൽ ഒരു പക്ഷേ അത് കാണും. എന്നാൽ ഇതിൻ്റെ വെള്ള നിറമല്ല, പച്ച നിറമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതിനായി അല്പം പച്ച നിറമുള്ള വെള്ളില ഇടിച്ച് പിഴിഞ്ഞ് ഇതിൻ്റെ നീര് തലയിൽ തേക്കുന്നതാണ്. നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച ശേഷം അത് മുടിയിൽ നിന്ന് അല്പസമയ ശേഷം കഴുകിക്കളയുക. വേണമെന്നുണ്ടെങ്കിൽ ദിവസം ഇത് ഉപയോഗിക്കാവുന്നതാണ്. ദിവസവും ഉപയോഗിക്കാം. കാരണം ഇത് ചിലവുള്ളതല്ല, നമുക്ക് ചുറ്റും കിട്ടുന്നതാണ്, നമ്മുടെ വീട്ടിൽ ചെടിയായിട്ട് നട്ടതുമാണ്. ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് മുടിയുടെ ആരോഗ്യത്തിന് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാവുന്നതാണ്. മുടി കൊഴിച്ചിൽ എന്ന അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന മാർഗങ്ങൾ പ്രധാനപ്പെട്ട തന്നെയാണ് പലപ്പോഴും വെള്ളിലത്താളി തേച്ച് കുളിക്കുന്നത് ഇത് മുടിയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നു. മാത്രമല്ല ഇത് മുടി കൊഴിച്ചിൽ എന്ന അവസ്ഥയ്ക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു. മുടി കൊഴിച്ചിൽ ഇല്ലാതാകുന്ന അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിന് ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് വെള്ളില കൊണ്ട് എത്ര വലിയ മുടി കൊഴിച്ചിലും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു വെള്ളില. ഏത് മുടി കൊഴിച്ചിലും തടയിടാൻ വെള്ളില മികച്ചതാണ്. താരൻ പോലുള്ള പ്രതിസന്ധികൾ മുടി കൊഴിച്ചിലിന് ആക്കം കൂട്ടുന്നതാണ്. എന്നാൽ ഈ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു വെള്ളില തലയിൽ തേക്കുന്നതിലൂടെ താരൻ പോലുള്ള അവസ്ഥകൾ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഇത്തരം പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ മറ്റു മാർഗങ്ങൾ തേടേണ്ട ആവശ്യമില്ല. ഇത് മുടിയുടെ ആരോഗ്യത്തിന് മികച്ചതാണ്. പൂർണ്ണമായും താരൻ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കുന്നു. പല വിധത്തിലുള്ള ഇത് ആരോഗ്യമുള്ള കരുത്തുള്ള മുടിക്കും സഹായിക്കുന്നു. പല വിധത്തിലുള്ള മുടി കൊഴിച്ചിലിനും തടയിടാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. പലരുടെയും മുടി വളരെ ചെറുപ്പത്തിൽ തന്നെ നരയ്ക്കുന്നു. ഇതിന് പരിഹാരം കാണുന്നതിന് പല വിധത്തിലുള്ള മാർഗങ്ങൾ നമ്മൾ പലരും തേടുന്നുണ്ട്. എന്നാൽ ഇനി പ്രകൃതിദത്തമായ ഈ മാർഗത്തിലൂടെ തന്നെ നമുക്ക് അകാല നരയെന്ന പ്രശ്നത്തെ ഇല്ലാതാക്കുകയും ചെയ്യാം. ഇത് മുടിക്ക് നൽകുന്ന ഗുണങ്ങൾ ചില്ലറയല്ല. മുടിയുടെ വെള്ളി വരയെ ഇല്ലാതാക്കി മുടിക്ക് തിളക്കവും കരുത്തും നൽകുന്നതിന് സഹായിക്കുന്നു വെള്ളിലത്താളി. ഇത് ദിവസവും തേച്ച് കുളിച്ചാൽ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് മുടിയുടെ വെള്ളി നരയെ ഇല്ലാതാക്കുന്നതാണ്. പല വിധത്തിൽ നിങ്ങളുടെ ആത്മവിശ്വാസം കളയുന്ന ഈ അവസ്ഥയ്ക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ പരിഹാരം കാണാം.
മുടിയുടെ അറ്റം പിളരുന്നത് പലരെയും അലട്ടുന്ന പ്രശ്നങ്ങൾ ഒന്നാണ്. മുടി എത്രയൊക്കെ ഭംഗിയുണ്ടെങ്കിലും അറ്റം പിളരുന്നത് പലപ്പോഴും നമ്മുടെ മുടിയുടെ അനാരോഗ്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പലരും അറ്റം പിളർന്നാൽ മുടി വെട്ടിക്കളയുന്നതിനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഇനി അറ്റം പിളരുമ്പോൾ മുടിക്ക് പരിഹാരം കാണാൻ സഹായിക്കുന്നു വെള്ളില. വെള്ളിലയിട്ട് കുളിച്ചാൽ മതി. ഇത് മുടിയുടെ അറ്റം പിളരുന്നതിന് പരിഹാരം നൽകി മുടിക്ക് ആരോഗ്യവും കരുത്തും നൽകുന്നു. ഇത് അനാരോഗ്യമുള്ള മുടിക്ക് നല്ല കരുത്തും ആരോഗ്യവും നൽകുന്നതിന് വെള്ളില സഹായിക്കുന്നു. മുടിക്ക് ആരോഗ്യവും കരുത്തും ഇല്ലാത്തത് പലപ്പോഴും പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു. എന്നാൽ മുടിക്ക് കരുത്തും ആരോഗ്യവും ഇല്ലാത്തത് പലപ്പോഴും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം നമുക്ക് കണ്ടെത്താം. വെള്ളില കൊണ്ട് മുടിയിൽ താളി തേച്ച് കുളിച്ചാൽ അത് മുടിയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നു. മുടിക്ക് കറുപ്പ് നിറവും ആരോഗ്യവും കരുത്തും നൽകുന്നതിന് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ മുടിയുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഇനി ആശങ്കപ്പെടേണ്ടതില്ല. കൊഴിഞ്ഞ മുടി പെട്ടെന്ന് കിളിക്കാൻ ഇത് നല്ലതാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല താളി തേച്ച് കുളി നല്ലത്, പുരുഷന്മാർക്കും വളരെ നല്ലതാണ് ഈ താളി തേച്ചുള്ള കുളി. ഇതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രതിസന്ധികൾക്കെല്ലാം പരിഹാരം കാണാൻ അല്പം വെള്ളില താളി സഹായിക്കുന്നു. കഷണ്ടി എന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് വെള്ളില താളി. കഷണ്ടിയെ പ്രതിരോധിക്കാൻ ദിവസം അല്പ വെള്ളില താളി പിഴിഞ്ഞ് കുളിച്ചു നോക്കൂ. ഇത് മുടിയുടെ ഏതവസ്ഥയ്ക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു. മുടി വളരാൻ കണ്ണിൽ കണ്ട എണ്ണകൾ പലപ്പോഴും വാങ്ങി തേക്കുന്നതാണ് പലരുടെയും ശീലം. എന്നാൽ ഇത്തരം പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന മാർഗങ്ങളിൽ മികച്ചതാണ് വെള്ളിലത്താളി. വെള്ളിലത്താളി ഉപയോഗിച്ച് അത് മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കി മുടി വളരാൻ സഹായിക്കുന്നു. മുടിക്ക് നല്ല ഉള്ളും ആരോഗ്യവും കരുത്തും എല്ലാം ഈ താളി നൽകും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ സ്ഥിരമായി തേക്കാവുന്നതാണ്. സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒന്നുകൂടിയാണ്. മുടിയിലെ അഴുക്കും മെഴുക്കും പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് വെള്ളിലത്താളി. വെള്ളിലത്താളി തേച്ച് കുളിക്കുന്നത് കൊണ്ട് തലയിലെ അഴുക്കും മെഴുക്കും പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു ഈ താളി. അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകൾക്ക് പരിഹാരം കാണാൻ ഷാമ്പുവും മറ്റും ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് മുടിയുടെ ആരോഗ്യത്തിന് പല വിധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇനി ഇത്തരത്തിൽ അവസ്ഥകളെ തരണം ചെയ്ത് മുടിക്ക് നല്ല തിളക്കവും നൽകുന്നതിന് അഴുക്ക് പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്ന ഒന്നുകൂടിയാണ് വെള്ളിലത്താളി. മുടിയുടെ ആരോഗ്യം പ്രതിസന്ധിയിലാവുന്ന ഒന്നാണ് മുടിയിലെ വരൾച്ച. അതുകൊണ്ട് തന്നെ മുടിയിലെ വരൾച്ച എന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന് വെള്ളിലത്താളി ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകൾക്ക് പരിഹാരം സഹായിക്കുന്നു. മുടിയിലെ വരൾച്ച മാറ്റാനും സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് വെള്ളിലത്താളി. അതുകൊണ്ട് സംശയം കൂടാതെ നമുക്ക് വെള്ളിലത്താളി ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് ചെടികൾക്കിടയിലുള്ള വെള്ളില താളി എന്ന് നമ്മൾ പറഞ്ഞെങ്കിലും അതിൻ്റെ വെള്ള ഇല എടുക്കേണ്ട. അതിൻ്റെ പച്ച ഇല എടുത്ത് ഇടിച്ചു പിഴിഞ്ഞ് ദിവസവും തേക്കാവുന്നതാണ്. നിങ്ങളൊന്ന് പരിശീലിച്ച് നോക്കുക. മുടി കൊഴിച്ചിൽ മാറും, താരൻ മാറും, കഷണ്ടിയുള്ളവർക്ക് കഷണ്ടിയൊന്ന് മാറി മുടി കിളിക്കാൻ സഹായിക്കും. അതുപോലെ അഴുക്ക് മാറും, അഴുക്കും മെഴുക്കും ഒക്കെ ഉള്ള മുടി മാറും. മുടിയിൽ അറ്റം പൊട്ടിപ്പിളരുന്ന അവസ്ഥയുണ്ട്, അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. മുടിക്ക് വേണ്ടി ഇത്രയും ചെലവ് കുറഞ്ഞൊരു മാർഗം തീർച്ചയായിട്ടും നമുക്ക് ഇനി കിട്ടാനില്ല എന്ന് തന്നെ പറയാം. മുടിയുടെ എല്ലാ കാര്യത്തിലും, അത് സ്ത്രീക്കും പുരുഷനും പ്രായഭേദമന്യേ എല്ലാവർക്കും എടുക്കാവുന്ന ഈ ടിപ്സ് തീർച്ചയായിട്ടും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഉറപ്പായും നിങ്ങളുടെ മുടിയുടെ ആരോഗ്യം ഹെൽത്താവും, അഴകും ഐശ്വര്യവും എല്ലാം ഉണ്ടാകുന്ന ഒരു നല്ല മുടിയായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ ഇതൊരു നല്ല ടിപ്സാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ എല്ലാവർക്കും നന്ദി.